വാഴൂർ സോമൻ നമ്മുടെ കൂട്ടത്തിലൊരാളായി ഈ കഴിഞ്ഞ സഭയിൽ കടന്നു വന്നയാളാണ്. വളരെ ചെറുപ്പത്തിലേ നേരിട്ടറിയാവുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ AISF പ്രവർത്തനത്തിലൂടെയാണ് അദ്ദേഹം രംഗത്തേക്ക് വന്നത്. തുടർന്നങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന രംഗമെന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ രംഗമായിരുന്നു. ജനനം കോട്ടയത്തെ വാഴൂരിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായി തീരുമാനിച്ച് അദ്ദേഹം ചെന്ന് എത്തിയത് പീരുമേട്ടിലാണ്, ഇടുക്കിയിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സർ, ഇടുക്കിയിൽ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി, തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് സഖാവ് വാഴൂർ സോമൻ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. സർ, പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിനിടയിൽ പ്രതിയോഗികളുടേതായ അക്രമങ്ങളെ പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട്. കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയനായിട്ടുണ്ട്. അദ്ദേഹം നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ സാർ? അദ്ദേഹത്തിന് നടുനിവർത്തി നടക്കാൻ കഴിയാത്ത വിധം അദ്ദേഹത്തെ ആ രീതിയിലേക്ക് എത്തിച്ചതിൻ്റെ പിന്നിൽ കൊടിയ മർദ്ദനങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം ഉണ്ടായിട്ടും വളരെ പ്രയാസകരമായ സാഹചര്യത്തിലൂടെ പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഇടുക്കിയുടെ മണ്ണിൽ അതിനുവേണ്ടിയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികൾ സംഘടിപ്പിക്കുന്നതിൽ. തോട്ടം തൊഴിലാളികളുടെ ദുരിതപൂർണമായ ജീവിതത്തെക്കുറിച്ച് സഭക്കകത്തും പുറത്തും അദ്ദേഹം സംസാരിക്കാത്ത ഒരു കാലവും ഉണ്ടായിട്ടില്ല. സഭക്ക് അകത്ത് വരുന്നതിന് മുമ്പും സഭക്കകത്ത് വന്നതിന് ശേഷവും അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു, നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അവസാന സന്ദർഭത്തിലും അപ്രതീക്ഷിതമായി നമ്മളിൽ ഞെട്ടലുളവാക്കിക്കൊണ്ടാണ് ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് നമ്മുടെ ഇടയിൽ നിന്ന് വിടവാങ്ങുന്ന സാഹചര്യമുണ്ടായത്. അപ്പോഴെല്ലാം അദ്ദേഹം സംസാരിച്ചു കൊണ്ടേയിരുന്നത് ഈ പാവങ്ങളുടെ പ്രശ്നവും ഇടുക്കിയിലെ ജനങ്ങളുടെ ഭൂമി പ്രശ്നവുമായിരുന്നു എന്നത് അദ്ദേഹത്തിന് എത്രയേറെ സാമൂഹ്യമായ ബോധ്യം, സാമൂഹ്യ പ്രശ്നങ്ങളിൽ എത്ര നല്ല ബോധ്യമുണ്ട് എന്നും ഏത് വിഭാഗത്തോടൊപ്പം നിൽക്കുന്നു എന്നതും തെളിയിക്കുന്നതായിരുന്നു. വാഴൂർ സോമൻ്റെ നിര്യാണത്തിൽ, അകാല നിര്യാണത്തിലുള്ള ദുഃഖവും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് സാർ.